ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സവാളയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നല്ലൊരു കളറിൽ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്തെടുക്കാത്ത മല്ലിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഇപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് 2 വിസിലിന് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു തവി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് നമ്മളിതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ അധികം തിളച്ചിട്ട് കുറുകൊന്നും വേണ്ട. ഇനിതാ അതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള ഗരം മസാലയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി തന്നെയാണ്. തുടക്കക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്